ജാൻപീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. GHSS ഏഴൂർ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കേരള സർക്കാർ കിഫ്ബി വഴി 3.9 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 9 കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീർ നിർവഹിച്ചു. തിരൂർ MLA ശ്രീ കുർക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി സ്വാഗതവും HM ഹേമജ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ TK കുഞ്ഞവറാൻകുട്ടി, HM ഹേമജ കാവുങ്ങൽ എന്നിവർക്ക് ഉപഹാരം നൽകി. IDBI ബാങ്കിന്റെ തിരൂർ ബ്രാഞ്ച് സ്കൂളിന് നൽകുന്ന ലാപ്ടോപ്പുകൾ ജനറൽ മാനേജർ ശ്രീ MC സുനിൽകുമാറിൽ നിന്നും PTA പ്രസിഡന്റ് മനാഫ് പൂന്തല ഏറ്റുവാങ്ങി. വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പൽ TK കുഞ്ഞവറാൻകുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി, യാസർ പൊട്ടച്ചോല, അബൂബക്കർ, അൻവർ പാറയിൽ, അഡ്വക്കേറ്റ് ഗഫൂർ പിലിലീസ്, വാർഡ് കൗൺസിലർ KK റിയാസ്, കൗൺസിലർമാരായ IP സീനത്ത്, IP ഷാജറ, ഫാസിൽ പൊട്ടച്ചോല, ഫസീല അയ്യൂബ്, വസന്ത പുളിക്കൽ, ഹഫ്സത്ത് TK, ഫർഹാന, RDD ബിയഡ്രിസ് മരിയ, DD റഫീഖ്, DEO ശ്രീജ, BPC സുശീൽ കുമാർ, മുൻ അധ്യാപകർ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ കോൺട്രാക്ടർ, സൂപ്പർവൈസർ, സൈറ്റ് എഞ്ചിനീയർ എന്നിവർക്ക് ഉപഹാരം നൽകി. പരിപാടിക്ക് PTA, MPTA, SMC, വെൽഫെയർ അധ്യാപകർ, നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഗാനമേളയും ഗംഭീര വെടിക്കെട്ടും നടന്നു. പട്ടണത്തെ തിരക്കുകളിൽ നിന്നും മാറി ഏഴൂരിലെ ഒരു കുന്നിന് മുകളിൽ അരനൂറ്റാണ്ട് കാലമായി ഈ പ്രദേശത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചം പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. 1974 ഒരു ഓലമേഞ്ഞ ഷെഡിൽ ആരംഭിച്ച ഹൈസ്കൂൾ 2004 ഹയർ സെക്കൻഡറിയായി ഉയർത്തപ്പെട്ടു. തുടക്കത്തിൽ ഒരു സയൻസ്, കൊമേഴ്സ് 2 ബാച്ചുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 2005 ഒരു ഹ്യൂമാനിറ്റീസും ഒരു കൊമേഴ്സ് ബാച്ചും ആരംഭിക്കുകയുണ്ടായി. 2011 ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാച്ചും തുടർന്ന് 2024 അഡീഷണൽ ബാച്ചായി ഒരു ഹ്യൂമാനിറ്റീസും കൊമേഴ്സും കൂടി വന്നതോടെ 7 ബാച്ചുകളിൽ 14 ക്ലാസ്സുകളിലായി 910 കുട്ടികളുമായി ഇന്ന് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥാപനമായി വളർന്നിരിക്കുന്നു. എങ്ങനെയായിരുന്നാലും ഈ സ്കൂളിന്റെ വളരെ കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു കെട്ടിടം നമുക്ക് ലഭ്യമാകുന്നത്. ഇനിയും ഇവിടുത്തെ ആവശ്യം പൂർത്തീകരിച്ചിട്ടില്ല എന്നതും നമുക്കറിയാവുന്നതാണ്. എങ്കിലും ഈ ക്ലാസ് റൂമുകൾ, ഈ സൗകര്യങ്ങൾ ലഭ്യമായതിന്റെ സന്തോഷം ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുക കൂടി ചെയ്യുകയാണ്. ഇവിടെ നമുക്കറിയാം, മുൻ സ്പീക്കർ ആദരണീയനായ ബാബാ ഹാജിയുടെ പ്രവർത്തന തട്ടമാണിത്. അദ്ദേഹത്തിന്റെ പരിസര പ്രദേശമാണ്, വീടിനോട് ചേർന്ന സ്ഥലത്താണ് ഈ സ്കൂൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഒക്കെ ശ്രമഫലമായി തന്നെയാണ് 1974 ഇവിടെ ഒരു ഹൈസ്കൂളായി ഇത് രൂപം പ്രാപിച്ചത്. കുറുക്കോളിയുടെ സ്നേഹപൂർവ്വമായ ക്ഷണം ഞാൻ സ്വീകരിച്ചെത്തി. സ്കൂളിൽ എത്രയോ കാലത്ത് 24 വർഷം മുമ്പ് ആരംഭിച്ച സ്കൂളാണിത്. ഇതുവരെ ഒരു കെട്ടിടം അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിമനോഹരമായ ഒരു കെട്ടിട സമുച്ചയം ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നു. അത് അങ്ങേയറ്റം നല്ല കാര്യമാണ്. അതിന് മുൻകൈ എടുത്ത ഇവിടുത്തെ 2 MLA-മാരെയും അതിന് പിന്തുണ നൽകിയ എല്ലാ ഇടതുപക്ഷ സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എങ്ങനെയാണ് നടപ്പിലായത്? കിഫ്ബി എന്ന വാക്ക് നിങ്ങൾ കേട്ടുകയാണ്. കിഫ്ബി എന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നാണ്. ഭൗതിക പശ്ചാത്തലം വികസിപ്പിക്കാൻ 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക് കൊണ്ടുവന്നൊരു ബോർഡാണ്. മുമ്പുണ്ടായിരുന്നു, 98 ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് മരവിച്ചുപോയി. തുടർന്നാണ് ഇത്തരമൊരു പദ്ധതി ബഡ്ജറ്റിന്റെ പുറത്ത് കടമെടുത്ത് നാട്ടിൽ വികസനം കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഭൗതിക പശ്ചാത്തലം വികസിപ്പിക്കാൻ, റോഡുകൾ ഉണ്ടാക്കാൻ, പാലങ്ങൾ ഉണ്ടാക്കാൻ, സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ, ആശുപത്രി കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ, പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ, ഇങ്ങനെ എന്തൊക്കെയാണോ അടിസ്ഥാന പശ്ചാത്തലമായി വേണ്ടത് അതിന്റെ എല്ലാം വികസനത്തിന് വേണ്ടിയാണ് കിഫ്ബി ഉണ്ടാക്കിയത്. സ്കൂൾ കെട്ടിട ഉദ്ഘാടന പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എന്നെ കേട്ട് നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. 973 വിദ്യാലയങ്ങളാണ് ഇതിനു വേണ്ടി സംസ്ഥാനത്തൊട്ടാകെ തെരഞ്ഞെടുക്കപ്പെട്ടത്.
ഒരു മണ്ഡലത്തിൽ 1 എന്നുള്ള രീതിയിൽ 141 MLA-മാർക്ക് വേണ്ടി 5 കോടി രൂപ അവർ നിർദ്ദേശിക്കുന്ന വിദ്യാലയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി 5 കോടി രൂപ അനുവദിക്കപ്പെട്ടു 141 വിദ്യാലയങ്ങൾ. കൂടാതെ 1000-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന എല്ലാ വിദ്യാലയങ്ങൾക്കും 3 കോടി രൂപ അനുവദിക്കുകയും നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഏഴൂരിലെ വിദ്യാർത്ഥികൾക്ക്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സുഖമായി പഠിക്കാൻ 3 നിലയിലുള്ള ഒരു നല്ല കെട്ടിടമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ. തിരൂരിൻ്റെ മുൻ MLA സി മമ്മൂട്ടി സാഹിബിൻ്റെ ശ്രമഫലമായി കിലയിലും അതുപോലെ തന്നെ കിഫ്ബിയും ഒക്കെ സഹകരണത്തോടു കൂടി സർക്കാർ അനുവദിച്ചു തന്ന 3,90,00,000 രൂപ ചെലവഴിച്ച് നമ്മൾ ഇന്ന് കുർക്കോളി മൊയ്തീൻ സാഹിബിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ സാർ നമ്മുടെ നാടിന് പുതിയൊരു ഹയർ സെക്കൻഡറി കെട്ടിടം തുറന്നു തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളെല്ലാവരും സവിസ്തരം കേട്ടതാണ്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട എല്ലാ വശങ്ങളും, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിച്ചു. ഈ ഒരു സംവിധാനം നിലനിർത്തിക്കൊണ്ടുപോകാനും ഈ സംവിധാനത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്താൻ എന്തൊക്കെ പ്രവർത്തിക്കണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ സാർ വളരെ നല്ല രൂപത്തിൽ നമ്മോട് സംസാരിക്കും. സർക്കാർ അനുവദിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. നാളെ മുതൽ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. പോരായ്മകൾ ഒരുപാടുണ്ട്. മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന നിലക്ക് ബ്രൈനാജിയുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് പഴയ ബെഞ്ചുകളാണ്. കഴിഞ്ഞ ദിവസം, ഇന്നലെയും കഴിഞ്ഞ ശനിയാഴ്ചയൊക്കെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇവിടെ വരികയും കാര്യങ്ങൾ വിലയിരുത്തുകയൊക്കെ ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ബെഞ്ചുകളൊക്കെ പുതിയതാക്കണം എന്നാണ്. നിങ്ങൾ കൗൺസിലിൽ ഞങ്ങൾക്ക് പുതിയ ബെഞ്ചുകളും ഡെസ്കുകളും സ്റ്റാഫ് റൂം പോലും ഇല്ല, ടീച്ചേഴ്സിന് അൽമാരയില്ല, ടേബിളില്ല, അങ്ങനെ ഒരു പോരായ്മകളുള്ള സ്ഥാപനമാണിത്. ഇങ്ങനെ മനോഹരമായി ഉദ്ഘാടനം ചെയ്തു എന്നുള്ളൂ. ഞങ്ങൾക്കിപ്പോഴും ആശങ്കയാണ്. സർക്കാർ ഓരോ വർഷവും ബാച്ചുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4 ക്ലാസ് റൂം ഞങ്ങൾ ഷെഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ എന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും LICയും ചേർന്ന് പ്രൊമോട്ട് ചെയ്യുന്ന 2200-ൽ പരം ശാഖകളുള്ള ഇന്ത്യയിലുടനീളം പ്രസൻസ് ഉള്ള ഒരു ബാങ്കാണ്. സോ ആ ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്ഥാപനങ്ങളുടെയൊക്കെ സഹായ സഹകരണത്തോടു കൂടി നമുക്കതിനെയൊക്കെ മറികടക്കാൻ കഴിയും. ഏതായാലും ഈ ചടങ്ങിന് എല്ലാവിധത്തിലുള്ള ഭാവങ്ങളും നിർത്തുന്നു. ജയ്. പിഞ്ചു മക്കളെ, അധ്യാപകരെ, ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്ന ദിനമാണ്. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ നമ്മുടെ കെട്ടിടങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ സ്കൂളിൽ വൻ പ്രതിഭകൾ ഇവിടെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു ആയുഷ്കാലത്തേക്കുള്ള വളരെ മനോഹരങ്ങളായിട്ടുള്ള അനുഭവങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ലഭിച്ചൊരിടമാണിത്. അപ്പം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സ്കൂളിന്, ഹയർ സെക്കൻഡറി വിഭാഗത്തിന് സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിടം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അങ്ങോട്ട് പാഠ്യപ്രവർത്തനങ്ങളിലായാലും പാഠ്യേതര പ്രവർത്തനങ്ങളിലായാലും മികവിൻ്റെ കേന്ദ്രമായി മാറാൻ ഈ നന്മ വിദ്യാലയത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചു. HM അടക്കമുള്ള പ്രിയങ്കരായ ഈ സ്കൂളിൻ്റെ അധികാരികളെ, നമ്മെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും ഈ സ്കൂളിൻ്റെ ചരിത്രവും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് ഇനിയും ഒരുപാട് വളരേണ്ടതുണ്ട്, വികസിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരുടെ പഠന നിലവാര രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സ്കൂളിന് ഈ കാലഘട്ടങ്ങളിലായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ അധ്യാപകനായും പ്രധാന അധ്യാപകനായും ജോലി ചെയ്തിട്ടുണ്ട്. നമുക്ക് കെട്ടിടങ്ങളില്ലാതെ ആദ്യം ഇത് തുടങ്ങിയത് MDPSൻ്റെ മുസ്ലിം ധർമ്മപരിപാലന സംഘത്തിലെ അന്തേവാസികൾ താമസിക്കുന്ന നീണ്ട ഒരു ഷെഡിലാണ് 103 കുട്ടികളുമായി 3 ഡിവിഷൻ ആയിട്ട് ഇത് ആരംഭിച്ചത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ഈ
പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് നമ്മളുടെ പ്രിയങ്കരനായ MLA ശ്രീ കുർക്കോള് മൊയ്തീൻ സാഹിബാണ്. അദ്ദേഹത്തിന് ഈ സംഘാടക സമിതിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതേപോലെ നമ്മളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരള നിയമസഭാ സ്പീക്കർ ബഹുമാനപ്പെട്ട ശ്രീ AN ഷംസീർ സാർ, അദ്ദേഹത്തിനും ഈ സംഘാടക സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. മധുരപ്പൊൻചിരിയാലെ സഭയിൽ കണ്ടേ മണവികൾ മഹിമകളൂരത്തിന്ന് ചൂരിന്തിടുന്നേ. ഒഴുകിടും സുവർഗത്തിൽ ആദനന്ന സുവർണത്തിൽ മുനവാക്കൽ ഉമറാക്കൽ സുഫുഫായുണ്ടേ. കൽവിൽ ഇണയായി അഹദിന്റെ തിരുരൂരിൽ ഗുണമേകാൻ മധുരപ്പൊൻചിരിയാലെ സഭയിൽ കണ്ടേ മണവികൾ മഹിമകളൂരത്തിന്ന് ചോരിന്തിടുന്നേ. ചോരിക്കുള്ള കഥകളിൽ കവിനത്തയാനിട്ടുള്ള നാട്ടത്തിൽ പോതിനുള്ള നിലയിലിന്നേ. അരുണിമ ചേലാളെ മൂകഗാന്ധി പരത്തിടും പ്രഭയാലെ സൗജത്തായി പുതുമാരനിണയാകുന്നേ. അജബുകൾ മുഹബത്തിൻ പേരുമയിൽ കൗലും ചിന്തുന്നേ. തട്ടുകുത്തിട്ടണേ ഉടനുടൻ ഹറബ് മുഖേ ഹറബ് കുഫിലർ മുറവിളിയൊളി കള്ള കൊള്ള കൊള്ള തള്ളു കുക്കണി മയക്കതം കിർഫ നബി സ്വഹബ പൂവി ഹുനതനടലിടലിട കിർഫ നബി സ്വഹബ പൂവി ഹുനതനടലിടലിട. സംയുക്തം ബാലജനനം യും രും ഗളകണ്ഠരൂപായ നമഃ. ജോറിലാതരമാരരും
മീഡിയ ന്യൂസ്, തിരൂർ.